ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ജെയിൻ കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒനിയൻ റിങ്ങിൻ്റെ റെസിപ്പിയാണ്. 2 സവോള ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ 1/2 കപ്പ് മൈദമാവ് എടുത്തു. ഇതിലേക്ക് എല്ലാ റിങ്സും ഒന്ന് കവർ ചെയ്തെടുക്കാം. സവോളയുടെ പുറത്തുള്ള ഓയിലിൻ്റെ അംശം മാറുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ കവർ ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഈ മൈദമാവിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ പൊടി ചേർക്കുന്നത് ക്രിസ്പിയായി കിട്ടുന്നതിന് വേണ്ടിയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എന്നിട്ട് വെള്ളം ചേർത്ത് നന്നായി ഇളക്കി ബാറ്റർ തയ്യാറാക്കുക. അങ്ങനെ നമ്മുടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. നമ്മൾ പൊടിയിൽ ഡിപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒനിയൻസ് ഓരോന്നും ഇതിലിട്ട് കൊടുത്ത് നന്നായി കവർ ചെയ്യുക. അതിനുശേഷം ബ്രെഡിൻ്റെ പൊടിയിൽ മുക്കി വീണ്ടും കവർ ചെയ്ത് എടുക്കുക. 3 ബ്രെഡ് കഷ്ണങ്ങളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് മിക്സിയിലിട്ട് നന്നായി പൊടിച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒനിയൻ റിങ്സ് ഓരോന്നും കവർ ചെയ്ത് എടുക്കുക. ബ്രെഡ് പൊടി കൊണ്ട് കോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതിന് നല്ല ക്രിസ്പിയായി കിട്ടും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. വളരെ ഈസിയായി നമുക്ക് വീട്ടിൽ കുട്ടികൾക്കായി ഈ സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാം. എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കാം. ചാനലിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ റെസിപ്പികൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. അങ്ങനെ നമ്മുടെ റിങ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഓരോന്നായി ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ ഒനിയൻസ് ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം ഫ്രൈ ആയി പോകും. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് ഇത് എണ്ണ കളഞ്ഞ് കോരിയെടുക്കാം. ഇപ്പോൾ ഈ ഒനിയൻ റിങ്സ് റെഡിയായിരിക്കുകയാണ്. നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മുടെ എല്ലാ ഒനിയൻ റിങ്സും ഫ്രൈ ചെയ്തിട്ടുണ്ട്. കണ്ടാൽ തന്നെ അറിയാം നല്ല ക്രിസ്പിയായാണ് ഇത് കിട്ടിയിരിക്കുന്നത്. ഈ റെസിപ്പി ഫോളോ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ഈ ചെറിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒനിയൻ റിങ്സ് നമുക്ക് ചീസിൻ്റെ കൂടെയോ അതുപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെ കൂടെയോ സേർവ് ചെയ്യാം. അപ്പോൾ ഈ ഈസി റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച്.